ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് സ്വന്തമായി ഒരിടം കണ്ടെത്തിയ താരമാണ് ഹാർദിക് ഹിമാൻഷു പാണ്ഡ്യ. തന്റെ കഠിനാധ്വാനവും അസാമാന്യമായ കായികക്ഷമതയും കൊണ്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അവിഭാജ്യ ഘടകമായി മാറി. ഒരു വലങ്കയ്യൻ ബാറ്റ്സ്മാനും വലങ്കയ്യൻ മീഡിയം ഫാസ്റ്റ് ബൗളറുമായ ഹാർദിക് കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ പവർ ഫിറ്റിംഗിലൂടെയും കൃത്യതയുള്ള മീഡിയം പേസ് ബൗളിംഗിലൂടെയും ചടുലമായ ഫീൽഡിംഗിലൂടെയും ഒരു സമ്പൂർണ്ണ ഓൾറൗണ്ടറായി അറിയപ്പെടുന്നു. ഗുജറാത്തിലെ സൂറത്തിൽ 1993 ഒക്ടോബർ 11 ഹാർദിക് പാണ്ഡ്യ ജനിച്ചത്. ദാരിദ്ര്യത്തോടും കഷ്ടപ്പാടുകളോടും പടപൊരുതിയാണ് ഹാർദിക് പാണ്ഡ്യ ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഹിമാൻഷു പാണ്ഡ്യ മക്കളുടെ ക്രിക്കറ്റ് പരിശീലനത്തിനായി സൂറത്തിൽ നിന്ന് വഡോദരയിലേക്ക് താമസം മാറി. പ്രമുഖ ക്രിക്കറ്റ് താരമായ കിരൺ മോറയുടെ അക്കാദമിയിലാണ് ഹാർദിക്കും സഹോദരൻ കൃണാൽ പാണ്ഡ്യയും പരിശീലനം നേടിയത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം സ്കൂൾ വിദ്യാഭ്യാസം 9ാം ക്ലാസ്സിൽ വെച്ച് നിർത്തി അദ്ദേഹം പൂർണ്ണമായും ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2013 ഹാർദിക് പാണ്ഡ്യ ബറോഡ ക്രിക്കറ്റ് ടീമിനായി ആഭ്യന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. 2013-14 സീസണിൽ ബറോഡയ്ക്ക് വേണ്ടി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി നേടുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഈ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ മികച്ച ഓൾറൗണ്ട് പ്രകടനങ്ങൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വാതിൽ അദ്ദേഹത്തിനായി തുറന്നു. 2016 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 10 ഇന്നിംഗ്സുകളിൽ നിന്ന് 377 റൺസ് നേടി ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായി അദ്ദേഹം മാറി. അതോടൊപ്പം 10 വിക്കറ്റുകളും വീഴ്ത്തി. 2015 IPL ലേലത്തിലാണ് ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് വെറും 10 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കുന്നത്. തന്റെ ആദ്യ സീസണിൽ തന്നെ അദ്ദേഹം ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 31 പന്തിൽ നിന്ന് 61 റൺസ് നേടി ടീമിനെ വിജയത്തിലേക്ക് നയിച്ച പ്രകടനം അദ്ദേഹത്തിന് ആദ്യമായി മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിക്കൊടുത്തു. ഈ പ്രകടനം അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടീമിലേക്കുള്ള വഴി തുറന്നു. 2015, 17, 19, 20 വർഷങ്ങളിൽ മുംബൈ ഇന്ത്യൻസ് കിരീടം നേടുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അരങ്ങേറ്റം IPL മികച്ച പ്രകടനങ്ങൾക്ക് ശേഷം 2016 ജനുവരിയിൽ ഓസ്ട്രേലിയക്കെതിരെ അഡലേഡിൽ നടന്ന മത്സരത്തിലൂടെ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ടീമിനായി 2020 ഇന്റർനാഷണൽ അരങ്ങേറ്റം കുറിച്ചു. 2016 ഒക്ടോബറിൽ ധരംശാലയിൽ ന്യൂസിലൻഡിനെതിരായ മത്സരത്തിൽ ഏകദിന ഇന്റർനാഷണൽ അരങ്ങേറ്റവും കുറിച്ചു. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടുന്ന 4ാമത്തെ ഇന്ത്യൻ കളിക്കാരനായി അദ്ദേഹം മാറി. 2017 ശ്രീലങ്കയ്ക്കെതിരെ ഘാലയിൽ നടന്ന മത്സരത്തിലൂടെ ടെസ്റ്റ് ക്രിക്കറ്റിലും അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിലെ തന്റെ 3ാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഒരു സെഞ്ചുറി നേടുകയും ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിലെ ഒരേ ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കുകയും ചെയ്തു. ഹാർദിക്കിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അദ്ദേഹത്തിന്റെ ഓൾറൗണ്ട് കഴിവാണ്. താഴ്ന്ന ഓൾറൗണ്ടറിൽ വന്ന് അതിവേഗം റൺസ് നേടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇന്ത്യക്ക് പലപ്പോഴും നിർണായകമായിട്ടുണ്ട്. വലിയ ഷോട്ടുകൾ കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും ലിമിറ്റഡ് ഓവർ ഫോർമാറ്റുകളിൽ അദ്ദേഹത്തെ ഒരു മാച്ച് വിന്നറാക്കി. സ്ഥിരമായി 140 കിലോമീറ്ററിലധികം വേഗതയിൽ പന്തെറിയുന്ന അദ്ദേഹത്തിന്റെ മീഡിയം പേസ് ബോളിംഗ് ഇന്ത്യക്ക് നിർണായകമായ വിക്കറ്റുകൾ നേടിക്കൊടുത്തു. പലപ്പോഴും മധ്യ ഓവറുകളിലെ അദ്ദേഹത്തിന്റെ ബൗളിംഗ് സ്പെല്ലുകൾ എതിരാളികളുടെ റൺ റേറ്റ് നിയന്ത്രിക്കാൻ സഹായിച്ചിട്ടുണ്ട്. വളരെ മികച്ച ഒരു ഫീൽഡർ കൂടിയാണ് ഹാർദിക്. ഗ്രൗണ്ടിലെ അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലതയും അതിവേഗ നീക്കങ്ങളും ഇന്ത്യയുടെ ഫീൽഡിംഗ് നിലവാരം ഉയർത്തി. 2022 ജൂണിൽ അയർലൻഡിനെതിരായ 2020 പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. 2022 ജൂലൈ 7 ഇംഗ്ലണ്ടിനെതിരായ T20 മത്സരത്തിൽ 51 റൺസ് നേടുകയും 4 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തതോടെ T20 അർദ്ധ സെഞ്ചുറി നേടുകയും 4 വിക്കറ്റുകൾ നേടുകയും ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ കളിക്കാരനായി ഹാർദിക് പാണ്ഡ്യ മാറി. കൂടാതെ 2022 ജൂലൈ 17 ഇംഗ്ലണ്ടിനെതിരായ ഏകദിന മത്സരത്തിൽ 4/24 എന്ന കരിയറിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും 71 റൺസ് നേടുകയും ചെയ്തതോടെ ഏകദിനത്തിൽ അർദ്ധ സെഞ്ചുറിയും 4 വിക്കറ്റുകളും നേടുന്ന യുവരാജ് സിംഗിന് ശേഷം ആദ്യത്തെ ഇന്ത്യൻ താരമായി അദ്ദേഹം മാറി. ഗുജറാത്ത് ടൈറ്റൻസിലെ ക്യാപ്റ്റൻസി 2022 IPL സീസണിൽ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് വിട്ട് പുതിയ ടീമായ ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകനായി ഹാർദിക് ചുമതലയേറ്റു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം അസാമാന്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ടീമിന്റെ പ്രഥമ സീസണിൽ തന്നെ അദ്ദേഹം ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീടത്തിലേക്ക് നയിച്ചു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം അസാമാന്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ടീമിന്റെ പ്രഥമ സീസണിൽ തന്നെ അദ്ദേഹം ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീടത്തിലേക്ക് നയിച്ചു. ഒരു ടീമിന്റെ അരങ്ങേറ്റ സീസണിൽ തന്നെ IPL കിരീടം നേടുന്ന 2ാമത്തെ ക്യാപ്റ്റനായി അദ്ദേഹം മാറി. 2023 IPL സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ അദ്ദേഹം ഫൈനലിൽ എത്തിക്കുകയും ചെയ്തു. 2024 IPL സീസണിന് മുന്നോടിയായി അദ്ദേഹം മുംബൈ ഇന്ത്യൻസിലേക്ക് തിരികെ വരികയും ടീമിന്റെ ക്യാപ്റ്റനായി നിയമിതനാവുകയും ചെയ്തു. പരിക്ക്, തിരിച്ചുവരവ്, നേട്ടങ്ങൾ ഹാർദിക് പാണ്ഡ്യയുടെ കരിയറിൽ പരിക്കുകൾ ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു.
ഹർദിക് പാണ്ഡ്യയുടെ ക്രിക്കറ്റ് ജീവിതം ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം, ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാനുള്ള കഠിനാധ്വാനം എന്നിവ ഇന്ത്യൻ ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചു. എല്ലാ ഫോർമാറ്റുകളിലും ടീമിന് അത്യന്താപേക്ഷിതമായ താരമായി അദ്ദേഹം ഇന്നും തുടരുന്നു.